അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ആദ്യം ബേബീസുള്ള മദേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള ബെസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ബാഗാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴായാലും വല്ല വെഡ്ഡിങ്ങിനായാലും നമ്മൾ ബേബീസിനൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുപോകണം. മിൽക്കായാലും വാട്ടറായാലും പിന്നെ എക്സ്ട്രാ ക്ലോത്ത് വേണം, ഡൈപ്പേഴ്സ്, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ക്രീംസൊക്കെ ഇതിൽ കൊണ്ടുപോവുകയും വേണം. അപ്പോൾ അതിന് ഏറ്റവും നല്ല ബാഗാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എനിക്ക് പ്രഗ്നൻസി ടൈമിൽ ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാഗിൽ നിന്നാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. പുറത്ത് പോകുമ്പോൾ കുറേ സാധനങ്ങൾ കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ ഹാൻഡ് ബാഗിലൊന്നും അത് ഒതുങ്ങില്ല. അപ്പോൾ നല്ല ട്രെൻഡി ആയിട്ടും നമ്മൾ ന്യൂ ജെൻ മോംസിനൊക്കെ പ്രത്യേകിച്ച് പറ്റിയ ഒരു ബെസ്റ്റ് ഒരു ബാഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണാം. ഇതാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ബാഗ്. ഇത് നമുക്ക് കുറച്ചും കൂടി യങ് ആയിട്ടുള്ള മദേഴ്സൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് അഫോർഡബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബാഗാണിത്. പ്രത്യേകിച്ച് മെറ്റേണിറ്റി ബാഗ് എന്നൊക്കെ പറയാം, മദേഴ്സ് ബാഗ്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാവർക്കും നല്ല യൂസ്ഫുള്ളായിട്ടുള്ള നല്ല റിവ്യൂസൊക്കെ നോക്കിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു ബാഗാണ്. അപ്പോൾ ഞാൻ കളേഴ്സും പ്രിൻസും ഒക്കെ നോക്കിയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. പണ്ടത്തെ പോലെയല്ല നമ്മളിപ്പോൾ കുറച്ചും കൂടി ട്രെൻഡും കാര്യങ്ങളും ഒക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പറ്റിയ നമുക്ക് ട്രെൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബാഗാണ്, മദേഴ്സ് ബാഗാണ് ഇത്. അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് നമ്മൾ ലുക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു വൈറ്റ് കളറിൽ കുറച്ച് ബട്ടർഫ്ലൈസൊക്കെ കൊടുത്തിട്ടുള്ള മൾട്ടി കളർ ബട്ടർഫ്ലൈസ് കൊടുത്തിട്ടുള്ള നല്ലൊരു ഡിസൈനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് എല്ലാ സൈഡിലും ഉണ്ട്. എല്ലാ പോർഷൻസിലും ഈ ഒരു പ്രിൻ്റ് വരുന്നുണ്ട്. നല്ല പ്രിൻ്റാണ് ഇതിൽ വരുന്നത്. നമ്മൾ ഫെയ്ഡ് ആവാത്ത പ്രിൻ്റുകളാണ്. നല്ല വാട്ടർ പ്രൂഫ് ബാഗാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇത് വാട്ടർ പ്രൂഫിൻ്റെ ആണ്. നമ്മൾ വെള്ളവും പാലും ഒക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് വാഷ് ചെയ്യാനും പെട്ടെന്ന് തുടച്ച് കളയാനൊക്കെ ഈസി ആയിട്ട് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ബാഗാണിത്. നല്ലൊരു ഇതിൻ്റെ മെറ്റീരിയൽ തൊടുമ്പോൾ തന്നെ നല്ലൊരു സ്മൂത്താണ്, വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളതാണ്. നമ്മൾ വെള്ളം ഒഴിച്ചാലും അതിൻ്റെ ഉള്ളിൽ അബ്സോർബ് ആവാൻ പറ്റാത്തൊരു ക്ലോത്താണ് ഇതിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിൽ ഔട്ടർ പോർഷനിൽ വരികയാണെങ്കിൽ ഇത് രണ്ട് യൂസായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒന്നുകിൽ നമുക്ക് ഹാൻഡ് ബാഗ് പോലെ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ നമുക്ക് 2 സൈഡ് ബാഗായിട്ട് ഇങ്ങനെ രണ്ട് ഷോൾഡറും ഇട്ടിട്ട് അങ്ങനെ കൊണ്ടുപോകാം. അങ്ങനെ 2 യൂസിൽ നമുക്ക് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ബാഗാണിത്. അപ്പോൾ നമുക്ക് 2 ടൈപ്പിലും ഇത് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഈ ഇങ്ങനെ ഹാങ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ടൈറ്റൻ ചെയ്യാനുള്ള സംഭവം കൂടി ഉണ്ട്, ബട്ടൺ വെച്ചിട്ട്. അത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വള്ളിയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ ഇതിൽ കുറേ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. കൂടുതലും മദേഴ്സ് നമ്മൾ വാങ്ങുന്ന ബാഗിലാണെങ്കിൽ കുറേ കള്ളികൾ നോക്കും. അതിൽ കുറേ സ്പേസ് നമുക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയത് ഓരോ സെക്ഷനാക്കി വെക്കാനും നമ്മൾ മാക്സിമം നോക്കുന്ന ഒരു ബാഗാണിത്. അങ്ങനെ ഞാൻ നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളതാണിത്. കുറേ കളികളുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നും ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ബേബി കരയുമ്പോഴായാലും ആരെങ്കിലും അടുത്ത് നമ്മൾ എടുക്കാൻ പറയുമ്പോഴായാലും നമുക്ക് പെട്ടെന്ന് ഈസിലായി എടുക്കാൻ പറ്റിയ ഒരു ബാഗാണിത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റിൽ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് കുറച്ച് നാളായി യൂസ് ചെയ്യുന്നത്, കുറച്ച് വർഷമായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നത് ഫസ്റ്റ് കളിയിൽ ഇതിൽ കുറച്ച് നാളായിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഇതുണ്ട് കേട്ടോ. ഞാനത് വാഷ് ചെയ്തിട്ട് കുറച്ചായി. അപ്പോൾ ഇതിൽ കമ്പാർട്ട്മെൻറ്റ്സ് വരുന്നത് ഇങ്ങനത്തെ ഒരു സ്പേസ് വരുന്നുണ്ട്. അതിന് നമുക്കിതിൽ മൊബൈൽ വെക്കാം, വല്ല ടവലോ അങ്ങനെ എന്തെങ്കിലും ഇത് നമുക്കിതിൽ പെട്ടെന്ന് എടുക്കാനും എളുപ്പത്തിൽ അങ്ങനെ മിക്സ് ചെയ്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ വെക്കാം. പിന്നെ ഇതിൽ 3 കമ്പാർട്ട്മെൻറ്റ് പോലെ ഉണ്ട്. അതിലിങ്ങനെ എക്സ്ട്രാ കവർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഡേർട്ട് ആവാണ്ടിരിക്കാനും നമുക്ക് ഈസി തുടയ്ക്കാനും വാഷ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിലാണെങ്കിൽ നമുക്ക് വാട്ടർ ബോട്ടിലോ ഇല്ലെങ്കിൽ മിൽക്കിൻ്റെ ഫീഡിങ് ബോട്ടിലൊക്കെ നമുക്കിതിൽ ഈ 3 എണ്ണത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാണ്ട് നമുക്ക് എക്സ്ട്രാ ഈ ഒരു കള്ളി എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇതിലും കൂടി കുറച്ച് സ്പേസ് ഉള്ള ഏരിയ ഉണ്ട്. അപ്പോൾ അതിൽ കൂടി നമുക്ക് എക്സ്ട്രാ സാധനം നമുക്ക് വെക്കാവുന്നതാണ്. ഇതാണ് ഫസ്റ്റ് കള്ളി വരുന്നത്. സെക്കൻഡ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു വലിയൊരു സ്പേസാണ് ഇതിൽ വരുന്നത്. ഈ സ്പേസിൽ തന്നെ കുറേ കമ്പാർട്ട്മെൻ്റ് ആയിട്ടുണ്ട്, കുറേ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2 സെറ്റ് വരുന്നുണ്ട്. 2 സെറ്റിൽ വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക, വല്ല ക്രീമുകളോ റാഷ് ക്രീമുകളോ അല്ലെങ്കിൽ വല്ല ബോഡി ക്രീമോ അങ്ങനെ എന്തെങ്കിലും വെക്കാം. ഇതിൽ നമുക്ക് വേണമെങ്കിൽ മെഡിസിൻസോ
അങ്ങനെ ഈ സൈഡിലും വെക്കാം. വേണമെങ്കിൽ വല്ല സെർലക്കിൻ്റെ പൗഡർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ നമുക്കിതിൽ സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ വേണമെങ്കിൽ പമ്പേഴ്സോ ഇല്ലേ, അങ്ങനെ നമുക്ക് നമ്മളെ സൗകര്യം അനുസരിച്ചിട്ട് നമുക്കിത് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ കളിയിലും ഓരോ കമ്പാർട്ട്മെൻറ്റിലാക്കി നമുക്കിങ്ങനെ വെക്കാം. പിന്നെ ഇതിൽ ഈ ഒരു സ്പേസും കൂടി വരുന്നുണ്ട്. ഇതിൽ ചെറിയൊരു ഇതാണ് വെക്കുക. വല്ല സൂചിയോ നമ്മളെ കൂടി സാധനം നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഞാൻ വല്ല സൂചി എന്തെങ്കിലും പിള്ളേർക്ക് കോംബോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വല്ല നമ്മൾ പിള്ളേർ തേട്ടുമ്പോൾ തുടയ്ക്കാനുള്ള തുണിയോ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് നമുക്ക് കുറേ സാധനങ്ങൾ ഇതിൽ വെക്കാം. അങ്ങനെ ഇതിൽ കുറേ വെക്കാറുണ്ട്. ഇതിൽ നമ്മൾ ക്ലോത്ത് തോർത്തും കൊണ്ട് വെറ്റ് വൈപ്സ്, പിന്നെ എക്സ്ട്രാ ഡ്രസ്സ്, പിന്നെ എക്സ്ട്രാ കവറ്, അങ്ങനെ കുറേ സാധനം നമുക്ക് എന്തൊക്കെ ആവശ്യമുള്ള പിള്ളേർക്ക് അതിനനുസരിച്ച് നമുക്കിതിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് വലിയൊരു സ്പേസ് ഉണ്ട്, നല്ല സ്പേസുള്ള ഒരു ബാഗാണ് ഇതിൻ്റെ ഇന്നർ പോർഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ബാഗിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഇവരൊരു കമ്പി പോലെ കൊടുത്തിട്ടുണ്ട്, ഒരു സ്റ്റിക്ക് എന്നുവെച്ചാൽ നല്ലൊരു എന്താ പറയുക സ്റ്റഡി ആയി നിൽക്കാനുള്ള ഒരു സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റിക്ക് എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ എല്ലാ സാധനങ്ങളും ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ പളപള നിൽക്കാതെ നല്ല സ്റ്റൈലിൽ അത് നിന്നോളും. അങ്ങനെ ഇത് നമുക്കിങ്ങനെ ക്ലോസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പോർഷൻ ഇങ്ങനെ സ്റ്റഡി ആയി നിൽക്കും. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ബാഗ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിലുള്ള ലാസ്റ്റ് വരുന്ന ഒരു കള്ളി ഇതാണ്. ലാസ്റ്റ് വരുന്ന ഒരു കള്ളി ഈ പോർഷനാണ്. ഞാൻ ഈ സൈഡിൽ കാണിച്ചു തരാം. ഇവിടെയാണ് വരുന്നത്. ഇത് നമുക്ക് ഡൈപ്പറൊക്കെ യൂസ് ചെയ്തിട്ട് എക്സ്ട്രാ കവർ നമുക്ക് വെക്കണം. പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ സാധനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡ് നമുക്ക് ഓപ്പൺ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കാവുന്നതാണ്. ആ ഒരു പോർഷൻ കൂടി ഇതിലുണ്ട്. ഇത് നല്ലൊരു ഈ ഒരു സൈഡ് നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു പോർഷനാണ്. പെട്ടെന്ന് ഡൈപ്പറൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് അത് ഡിസ്പോസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ വല്ല കവറിലോ ആക്കിയിട്ടോ എക്സ്ട്രാ കവേഴ്സൊക്കെ ഇതിനുള്ളിൽ വെക്കാവുന്നതാണ്. അപ്പോൾ എക്സ്ട്രാ കവർ വെക്കാനുള്ളതും ഇതിലുണ്ട്. കണ്ടോ ഈ ഒരു അടിഭാഗത്ത് വേറൊരു കണ്ടോ എക്സ്ട്രാ പോർഷൻ കവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതിൽ വെക്കാനുള്ള സ്പേസും കൂടെ ഇതിലുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ പോർഷന്. പിന്നെ നമുക്ക് വരുന്നത് സൈഡിലും കൂടി നമുക്ക് വെക്കാനുള്ള വല്ല കുട വെക്കാനോ അല്ലെങ്കിൽ വല്ല ബോട്ടിലൊക്കെ വെക്കാനോ എന്തെങ്കിലും നമുക്ക് വെക്കാനുള്ള ഓപ്ഷൻ കൂടി ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് മൾട്ടി പർപ്പസിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാഗാണ്. ബേബീസിനായാലും നമുക്ക് വലിയവർക്കായാലും അത് യൂസ് ചെയ്യാൻ നല്ല ഡ്യൂറബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബാഗാണിത്. അപ്പോൾ നല്ല പ്രിൻറ്റും നല്ല ഞാനൊരുവിധം എല്ലാ സ്ഥലത്തും യൂസ് ചെയ്ത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബാഗാണ്. നല്ല ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റിയതായാലും നല്ല പ്രിൻ്റായാലും നമ്മളെല്ലാ ഡ്രസ്സിനും ഒരു കോമ്പിനേഷൻ നല്ല മാച്ചായി പോകുന്ന ഒരു ബാഗാണ്. ബേബീസിന് വേണ്ടിയിട്ടും ട്രാവൽ ചെയ്യാൻ പോകുമ്പോൾ ഒക്കെ ഈസിലി ആയിട്ട് അങ്ങനെ ബാഗുകളൊക്കെ സെർച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഇതൊരു നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്.